Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm so happy to be able to speak to you on behalf of Pastor Kochepa about some of the amazing things that God is doing through this ministry around the world. Since 2005, Pastor Kochepa has had the privilege to minister in different countries, including India, Africa, and the United States. And the power of God has been evident in every one of those places. We've seen amazing things happen. Over 16 times when weather would prevent people from coming together to hear the Word of God, God moved in mighty ways and prevented the weather from stopping the people to come together. Even political disputes and labor disputes that could have kept God's people away from hearing the gospel, God moved in all those avenues and enabled them to come together and receive the message of Jesus Christ. Numerous healings have also taken place through this ministry, and we've witnessed the power of God change people's lives forever. In India, a young woman on a train met with Pastor Kochepa while he was traveling to a different place. She had been crippled by back pain from disc problems for so long that she couldn't even walk. Pastor Kochepa was able to pray with her there on that train, and God healed her completely. In fact, her doctors, after they saw her afterwards, said that she had no problems in her back. She had been healed completely by the power of God. നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് പാരബിളിനെ കുറിച്ചാണ്, ഉപമകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ ദാസൻ പഠിപ്പിക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുകയും മനസ്സിലാക്കുകയും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം ഞാൻ പഠിപ്പിക്കുവാനിടയായി തീർന്നു. മത്തായിയുടെ സുവിശേഷത്തെ കൂടി ഇങ്ങനെ കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഓരോ ഗോസ്പലായിട്ട് പഠിക്കുന്നതിലും ഉപരിയായിട്ട് ആദ്യം ഉപമകളെ കുറിച്ച് ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഉപമകളെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് പണ്ട് ഒരു പ്രാവശ്യം ഞാൻ കരോഷണി നടത്തുന്ന ബൈബിൾ സ്റ്റഡിയിൽ ഉപമയെ കുറിച്ച്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യമാണല്ലോ, അപ്പൊ സ്വർഗരാജ്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഒരു പ്രാവശ്യം ജോൺ ഹക്കിയുടെ ഒരു പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് 38 ഉപമ വിശുദ്ധ വചനത്തിനകത്തുണ്ടെന്നും 16 ഉപമ പണസംബന്ധമായിട്ടുള്ള വിഷയമാണെന്നും അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ നിന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് ഞാനത് അവിടെ പ്രസംഗിക്കാനിടയായി. ഒരാളിൽ നിന്ന് കേട്ടതും മനസ്സിലാക്കിയതും അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചു നോക്കിയിട്ടില്ല. അന്ന് അവിടെ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായി 37 parables are in the Bible എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അന്നേരം എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തെന്നുണ്ടെങ്കിലും അപ്പൊ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആയിരിക്കും, അദ്ദേഹം എണ്ണി നോക്കിയതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഈ ബൈബിൾ കോളേജിൽ പോകുമോ ഇത് പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് പഠിക്കണമെന്ന് ചിന്ത നോക്കുന്നില്ല എന്നുകൊണ്ട് അത് ദാറ്റ്സ് ഓക്കെ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞു, നീ ഉപമകളെ കുറിച്ച് ദൈവജനത്തിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ, ഞാൻ മിക്കവാറും ഈ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജനത്തിന് ആവശ്യമായിരിക്കുന്നത് ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടും, ഇല്ല ദൈവം പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരവും, ഈ 2 ആലോചന പ്രകാരമായിരിക്കും സാധാരണഗതിയിൽ ഞാൻ പോകാറുള്ളത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തിരുവചനം പഠിപ്പിക്കാറോ അതിനുവേണ്ടി ഉദ്യമിക്കാറോ ഇല്ല. എന്നാൽ എന്നോട് ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ പ്രകാരം ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഉണ്ടപ്പോൾ പഴയ നിയമത്തിൽ 12 ഉപമകളുണ്ടെന്നും വിശുദ്ധ വചനത്തിനകത്ത് പുതിയ നിയമത്തിൽ 46 ഉപമകളുണ്ടെന്നും മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പൊ 38 പോയി, 37 പോയി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി 46 ഉണ്ടെന്ന്. അപ്പോഴും എനിക്ക് ഇനി നോക്കണം, ഇനി 46 ഉണ്ടോ എത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം 46 കണ്ടു, അതിന്റെ ലിസ്റ്റും എനിക്ക് തന്നു. അപ്പൊ ആ ലിസ്റ്റും പ്രകാരം ഞാൻ ആദ്യം മുതൽ ഓരോ ഉപമകളും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും തീരുമാനമെടുത്തു. അങ്ങനെ
ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 1, 2, 3 ഉപമയായിരിക്കും മിക്കവാറും. 3 ഉപമയിൽ കൂടുതൽ പഠിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ ഈ ഉപമ പഠിക്കുമ്പോൾ എത്ര ഉപമ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനോടുകൂടി തന്നെ എത്ര ഉപമ പണസംബന്ധമായി യേശു കർത്താവ് സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മളോട് എന്തുകൊണ്ട് ബാധിക്കുന്നു, നമുക്കിതെന്തുമാത്രം ഉപകാരമായി വരും എന്ന് നമുക്കറിയുവാൻ കഴിയും. ഇങ്ങനെ പല കാരണങ്ങളാൽ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ആദ്യം. മാത്യു ചാപ്റ്റർ 28, 18-20. യേശു അടുത്തിയെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. എന്തായിരുന്നു യേശു കർത്താവ് കൽപ്പിച്ചത്? യേശു എങ്ങനെയായിരുന്നു ശിഷ്യന്മാരോട് സംസാരിച്ചത്? ഉപമ കൂടാതെ അവരോടൊന്നും. അപ്പം ഉപമകളിൽ കൂടിയാണ് യേശു കർത്താവ് സംസാരിച്ചത്. അപ്പോ അത് പഠിച്ച് മനസ്സിലാക്കി തന്റെ ശിഷ്യന്മാരെ അവരെ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്ത് എന്റെ ശിഷ്യരാക്കണം. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ഇത് ജനത്തെ പിടിച്ച് പെന്തക്കോസുകാരാക്കാനോ യാക്കോബക്കാരാക്കാനോ മർത്തോബക്കാരാക്കാനോ വേറൊരു ഇതാക്കാനോ കർത്താവ് പറഞ്ഞില്ല. ആരുടെ ശിഷ്യരാക്കണം? കർത്താവിന്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ആവശ്യം, മറ്റൊന്നുമല്ല ആവശ്യം. സ്വർഗരാജ്യത്തിൽ കർത്താവിന് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, എല്ലാവരും ആരുടെ ശിഷ്യരായിരിക്കണം? കർത്താവിന്റെ ശിഷ്യരായിരിക്കണം. അപ്പോ ഒരു ശിഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ശിഷ്യൻ എങ്ങനെയുള്ളവരായിരിക്കണം? ഗുരുവിനോളം ആകാം. യേശു ആഗ്രഹിക്കുന്നത് ശിഷ്യൻ എങ്ങനെയായിരിക്കാം? ഗുരുവിനോളം ആകാം, ഗുരുവിനെ പോലെ ആകാം. എന്നാൽ ഗുരുവിനുപരി യേശു കർത്താവ് തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തതിലും അധികം എന്നിൽ വിശ്വസിക്കുന്ന, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12 വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അവൻ അതിലധികവും ചെയ്യും. അപ്പോ ഒരു ഗുരുവിൽ ഉപരിയായിട്ടുള്ള ഒരു പഠനം യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കർത്താവ് അഥവാ നമ്മുടെ ഗുരു, നമ്മുടെ നാഥൻ, നമ്മുടെ അഡോണായി അഥവാ നമ്മുടെ കർത്താവ് കാണിച്ചു തന്നത് നമുക്ക് പഠിച്ചാൽ കർത്താവ് ചെയ്ത പ്രവൃത്തി നമുക്കും ചെയ്യുവാൻ സാധിക്കും. സ്തോത്രം. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഈ ഉപമ പഠിക്കണം? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് പഠിക്കണം, എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കണമെന്ന്. 13:35. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി. അപ്പോൾ ഇതെങ്ങനെയാണ്? ലോകസ്ഥാപനം മുതൽ എങ്ങനെ ഇരിക്കുന്നതാണ്? ഗൂഢമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, സീക്രട്ട് ആയിട്ടുള്ളത്, അഥവാ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാത്തത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ഒളിച്ച് കർത്താവ് മറച്ചു വെച്ചിരുന്ന സത്യങ്ങളെ, വെളിപ്പാടുകളെ ഉപമകളായി പ്രസ്താവിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. സ്വത്രം. അതിനെപ്പറ്റി ഇവിടെ പറയുന്നത് അതിന്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് 13-ാം അധ്യായത്തിന്റെ 13-ന്റെ 17-18 വായിക്കൊണ്ടെന്ന് വായിച്ചേ. 16-17. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല,
നിങ്ങൾ കേൾക്കുന്ന കേൾപ്പാൻ ഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായി. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ അനേക പ്രവാചകന്മാര്, നീതിമാന്മാര്, അനേകര് ആഗ്രഹിച്ചു. നിങ്ങൾ കാണുന്നൊന്ന് കാണണം, നിങ്ങൾ കേൾക്കുന്നതൊന്ന് കേൾക്കണം. അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടും അറിയുന്നത് കൊണ്ടും നമ്മൾ ആരാ? ഭാഗ്യമുള്ളവരാ. ഇന്ന് അനേകർക്ക് ആരിൽ നിന്ന് കേൾക്കാൻ താല്പര്യമില്ലെന്നറിയോ? ആരിൽ നിന്നും? ഉറക്കെ പറ. യേശുവിൽ നിന്നും കേൾക്കാൻ. പിന്നെ എന്താ അനേകർക്ക് കേൾക്കേണ്ടത്? അനേകർക്ക് കേൾക്കേണ്ടത് പഴയ നിയമത്തിൽ നിന്നും. ഇന്ന് ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. ആരാ പ്രസംഗിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. യഹോവയുടെ ഭുജമേ ഉണരുക. കർത്താവദാസൻ പറഞ്ഞ ആരാണ് യഹോവയുടെ ഭുജം? യേശു. അപ്പൊ അത് യേശു ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അത് അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ നടത്തി കഴിയുന്നുണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മുന്നിലുണ്ടാകും. യേശു അപ്പൊ ഉറങ്ങുകയാണോ? അത് അന്ന് യഹോവയുടെ ഭുജം ഉണരണമായിരുന്നു. ഇന്ന് ആ ഭുജം ആരായി മാറി? സഭയായി മാറി. അന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു, യഹോവയുടെ ഭുജമേ ഉണരുക. അപ്പൊ നമ്മൾ പഴയ നിയമത്തിലെ ഉദ്ധരണിയിൽ എടുക്കുമ്പോ അന്ന് യഹോവയുടെ ഭുജം ഉണർന്നാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ ഉണർത്തി അവൻ തലയായി, നമ്മൾ ശരീരമായി, ദൈവത്തിന്റെ ഭുജമായി നമ്മളോട് പറയുന്നു, നമ്മൾ പോയി രോഗികളെ സൗഖ്യം ആക്കുക. അപ്പോ ദൈവത്തിന്റെ ഭുജമായി ഞാൻ കരം വെക്കുമ്പോൾ ആരാണ് വ്യാപരിക്കുന്നത്? ദൈവത്തിന്റെ കരം. ഞാൻ സംസാരിക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നത്? കർത്താവ്. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ കാലായി, ദൈവത്തിന്റെ കൈയായി ദൈവം ഉപയോഗിക്കുന്നത് ഇപ്പൊ ആരെയാണ്? ദൈവത്തിന്റെ സഭയാം ശരീരത്തെയാണ്. സ്തോത്രം. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ നമ്മൾ കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു സഭയെ ഉണ്ടാക്കി. ആ സഭയുടെ ഉദ്ദേശം എന്താണ്? യേശു എന്ത് പഠിപ്പിച്ചുവോ, യേശു ഏത് രീതിയിലാണ് ഈ ഓരോ കാര്യങ്ങളും സ്വർഗരാജ്യം ഓപ്പറേറ്റ് ചെയ്യുവാൻ പഠിപ്പിച്ചുവോ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നടന്നിരിക്കും. അത്ഭുതങ്ങൾ നടന്നിരിക്കും. അവിടെ വീര്യപ്രവർത്തികൾ നടന്നിരിക്കും. സ്തോത്രം. അതെന്റെ ജീവിതത്തിലും കർത്താവിന്റെ ദാസന്മാരുടെ ഒക്കെയും ജീവിതത്തിൽ അനുഭവമാണ്. ഇന്നെന്താ നടക്കാൻ പറ്റാത്തത്? ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ജനകീയ ഭരണം കാരണം നടക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഭരണത്തിൽ ഇതൊക്കെയും നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ആ ഭാഗത്ത് നീങ്ങുകയാണ്. ഇനിയും നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് മനസ്സിലായി. ഒന്നാമത്തെ ഉപമ, അതിനകത്ത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രമാതീതമായി ഓരോന്നും അതിന്റെ ക്രമമായി ഓരോന്ന്, ആദ്യം എന്ത് നടന്നു, അതിനുശേഷം എന്ത് നടന്നു, ഏത് ഉപമയാണ് കർത്താവ് പഠിപ്പിച്ച ആ രീതിയിലാണ് അവര് ഇന്റർനെറ്റിൽ കൂടെ ഒക്കെ ഞാൻ കണ്ടത്. അപ്പൊ അതിന്റെ രീതിയിൽ അവർ പഠിപ്പിച്ചതനുസരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് ഇത് 3 മുമ്പേ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. മത്തായിയുടെ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ് സിനോപ്റ്റിക് ഗോസ്പൽ എന്നും യോഹന്നാന്റെ സുവിശേഷം സെപ്പറേറ്റ് ആയതിന്റെ പേരിൽ ഇതുമായിട്ട് താരതമ്യമില്ലാത്തത് കൊണ്ട് അത് വേറൊരു ഗോസ്പലായിട്ടാണ് കണക്കിന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 3 ഗോസ്പലുകളില്, ഈ സുവിശേഷങ്ങളില് ഉപമകളൊക്കെയും ഒരേ മാതിരിയും പ്രവർത്തികളൊക്കെയും ഒരേ മാതിരിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഉപമ 3 ഗോസ്പലിനകത്തും കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. മാത്യു: യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസ്താവിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയെ വിളിപ്പാൻ വന്നതെന്ന് യേശു പറഞ്ഞു. പിന്നെ അടുത്തത് 14 മുതൽ 16 വരെയുള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീക്ഷന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഓടിത്തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല,
തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും. ചീന്തൽ ഏറ്റവും വലുതായി തീരും. അതിന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇവിടെ നിന്ന് പോയിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന് 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴിമക്കാരോടുകൂടി ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയട്ടെന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും മതി. നമ്മുടെ വിഷയം ഈ ഉപമ. അവിടെ പറഞ്ഞിരിക്കുന്നത് 36-ാമത്തെ വാക്യം, ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആദ്യത്തെ ഉപമയാണ് ക്രോണോളജിക്കൽ ഓർഡറിനകത്ത്. ആദ്യത്തെ ഉപമയാണ് കോടിത്തുണിയും പഴയ വസ്ത്രവും. കോടിത്തുണിയും പഴയ വസ്ത്രവും. എന്താണ് ഈ കോടിത്തുണിയും പഴയ വസ്ത്രത്തിനുള്ള കുഴപ്പം? കോടിത്തുണി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുണി ഒരു പഴയ വസ്ത്രത്തിനോട് വെച്ച് കെട്ടിയാൽ നല്ല തുന്നി ചേർത്താൽ എന്ത് സംഭവിക്കും? പഴയത് പിന്നെ വലിഞ്ഞ് കീറിയാ പോകും. കാരണം ഇത് ഷ്രിങ്ക് ചെയ്തിട്ടില്ല, ചുരുങ്ങിയിട്ടില്ല. പുതിയ വസ്ത്രം, പുതിയ തുണി ചുരുങ്ങാത്തത് കൊണ്ട് ആ മറ്റേതിനെ പിടിച്ചെന്ത് ചെയ്യും? ചുരുക്കുന്നുള്ള ഈ പഴയ തുണി കൂടെ കീറിക്കളയും. അപ്പോൾ ഇതിനകത്തിൽ കർത്താവ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ മെസ്സേജ് അതിനകത്തിൽ കൂടി എന്താണ്? എന്തായിരുന്നു ചോദ്യം ഇതായിരുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിനാണ് യേശു കർത്താവ് മറുപടി പറയുന്നത്. നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഏത് ഭാഗത്ത് നിന്നാണ് മിക്കവാറും ദൈവസഭയിൽ പ്രസംഗിക്കുന്നത്? ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്, എല്ലാവരും എടുക്കുന്ന ഒരു ഭാഗമുണ്ട് മിക്കവാറും. അല്ലേ? എന്താ ഏത് ഭാഗം എടുക്കുന്നത്? യെശയ്യാവ് 58. വളരെ അനുഗ്രഹിക്കപ്പെട്ടാണ്. ഞാനും പ്രസംഗിച്ചിട്ടുള്ളതാണ്. യേശു കർത്താവ് ഉപവാസത്തെ പറ്റി എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ നോക്കുകയാണ്. ഉപവാസത്തെ പറ്റി 2-3 കാര്യങ്ങൾ. ഉപവാസം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകണം. അതിനു മുമ്പ് ഉപവസിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു ഉപവാസം എങ്ങനെയായിരിക്കണമെന്ന്. അത് മാത്രമല്ല, കർത്താവ് ഒരു പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് അത് ഇപ്രകാരമാണ്. 2 പേര് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ പ്രാർത്ഥനയിൽ പരീശന്റെ പ്രാർത്ഥന ഒന്ന് വായിച്ചാട്ടെ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു. ആഴ്ചയിൽ 2 വട്ടം. ഇനി ആദ്യത്തെ ആ പ്രാർത്ഥന ഒന്ന് വായിച്ചു. നല്ല രസം ആ പ്രാർത്ഥന കേൾക്കാൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ. ഇത് തന്നെയാണ് പെന്തക്കോസ്തുകാരുടെ മിക്കവാറും പ്രാർത്ഥന. ഞാൻ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതും പല പ്രാവശ്യം ഇവരുടെ പ്രാർത്ഥനകൾ പലരുടെയും പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളതാണ്. അതിനെല്ലാം ആമീൻ പറയാനായിട്ട് എനിക്കും വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവേ, ഞാൻ ഇവിടെ സമയമില്ലാഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കർത്താവേ നിന്റെ തിരുസന്നിധി വന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ സമയമുണ്ടായിട്ടും അനേകർക്ക് വരാൻ സാഹചര്യം ഉണ്ടായിട്ടും അവർ വരുന്നില്ല കർത്താവേ, അവർ ആയിരിക്കുന്ന കർത്താവേ, അവർക്ക് വരാൻ പറ്റുമായിരുന്നു കർത്താവേ, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയും പരീക്ഷയും പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വ്യത്യാസം ഉണ്ട്. അപ്പൊ പരീക്ഷ പ്രാർത്ഥന ഈ പ്രാർത്ഥന തമ്മിൽ എന്താ വ്യത്യാസം? സെയിം. അപ്പൊ ഈ പരീക്ഷ എങ്ങനെ പോയത്? തിരിച്ച് എങ്ങനെയാണ് പോയത് കാര്യങ്ങളുണ്ട്. നീതീകരിക്കപ്പെടാത്തവനായി അവന്റെ പ്രാർത്ഥന ആരും അംഗീകരിച്ചില്ലായിരുന്നു.
അപ്പൊ ദൈവം അംഗീകരിക്കാത്ത പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിച്ചിട്ട് എന്താ പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. പ്രയോജനമില്ലാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിലും മനുഷ്യനൊരിക്കലും പറയരുത്. അത് പ്രാർത്ഥനയല്ല, അത് അംഗീകരിക്കപ്പെടുന്നതല്ല. സൂത്രം പലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രൈസറോട്. അപ്പൊ ഈ ഉപമയ്ക്കകത്ത് പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഞാൻ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു? ഞാൻ ആഴ്ചയിൽ 2 തവണ. അപ്പൊ അവരെങ്ങനെയാണ്? അവർക്കൊരു ചട്ടമുണ്ട്. നീ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കണമെന്ന്. അവരുടെ ചട്ടമാണ് ആരെ വന്ന് പഠിപ്പിച്ചത്? യേശുവിനെ വന്ന് പഠിപ്പിക്കാൻ വന്നത്. ആരെ പഠിപ്പിക്കാനാ വന്നേക്കുന്നവര്? യേശുവിനെ പഠിപ്പിക്കാൻ. യേശുവിനെ എന്താ പഠിപ്പിക്കുന്നത്? ഞങ്ങള് എന്റെ ശിഷ്യന്മാര് യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കണം, ഞങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കണം. പിന്നെ നിന്റെ ശിഷ്യന്മാരും ഈ കൂട്ടത്തിൽ ആയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കത്ത്. പ്രൈസറോട്. പലപ്പോഴും എന്നെയും ഇവിടെ പലരും അംഗീകരിക്കാത്തതിന്റെ മേലെ കാര്യം എന്താണെന്നറിയാമോ? എന്താ അവര് പറയുന്നത് പോലെ പറയുന്നില്ല, പറയാൻ എനിക്ക് പറ്റുന്നില്ല. അംഗീകരിച്ചില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. കർത്താവ് പറഞ്ഞതാണ് എനിക്ക് എന്താണ് അംഗീകാരം. കർത്താവ് പറഞ്ഞത് ചെയ്യാനാണ് എന്നെ എവിടുന്ന് വിളിച്ചെന്നറിയാമോ? യാക്കോബായിന്ന് ഈ ദൈവസഭയിലോട്ട് വിളിച്ചിട്ട് വന്നിരിക്കുന്നത്. പ്രൈസറോ. ഇത് തന്നെയാണ് ഞാൻ പ്രേരണയിലും പ്രസംഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം, എന്നെ ശുദ്ധീകരിച്ച കർത്താവ്, അവൻ പറഞ്ഞത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഞാൻ ചെയ്യാനുമാണ് കിടന്നു വന്നിരിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ഒന്ന്, ഉപവാസം എങ്ങനെ വേണ്ടിയാണ്? ഒന്ന്, അവരുടെ ഉപവാസം അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഉപവസിക്കാനായിട്ട് തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ പാസ്റ്റർ എനിക്ക് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു വർഷത്തേക്ക് ജോലിക്ക് പോകുന്നില്ല. ഞാൻ ജോലിയും ബിസിനസ് ബന്ദ് ചെയ്തു, ക്ലോസ് ചെയ്തു. ബിസിനസ്സും ക്ലോസ് ഡൗൺ ചെയ്തു. ഞാനും പാസ്റ്റർ പറഞ്ഞു ഞാൻ മോനിച്ചാൽ ഞാൻ ഉപവസിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഉപവാസം തുടങ്ങി. ആദ്യത്തെ ദിവസം ഉപവസിച്ച് ഉച്ച വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. കർത്താവിന്റെ ദാസന് ദൈവത്തിനൊക്കെ പറഞ്ഞു കേട്ടു. ഇതെല്ലാം വളരെ അനുഗ്രഹമായി. വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു ഷേർലി ആഹാരം എടുക്കാൻ പറഞ്ഞു. ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് പാസ്റ്റർ പറഞ്ഞു ഇതാണ് ഉപവാസം, ഇങ്ങനെയല്ല ഉപവാസിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇതല്ല ഉപവാസം, പിന്നെ ഏതാ ഉപവാസം? ഞങ്ങൾ ഉപവസിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മനീര് പോലും ഇറക്കത്തില്ല, കാപ്പി പോലും കുടിക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി റെഡിയായി പിന്നെ എന്ത് ചെയ്യാണ്? ഉപവാസമാണ്. ഉപവാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും. അതായിരുന്നു എവിടത്തെ രീതി? യാക്കോബായിലെ ഞാൻ പഠിച്ച രീതി. അപ്പൊ എനിക്ക് ഞാൻ പഠിച്ച രീതിയല്ല, വേറെ രീതി വല്ലതും അറിയാമോ? അപ്പൊ അത് കാണിച്ച കർത്താവദാസൻ പറഞ്ഞു അങ്ങനെയല്ല. ഞാൻ പറയുന്ന പിന്നെ ഉപവാസം. അപ്പൊ കർത്താവദാസൻ പറഞ്ഞു ഇതുപോലെ 4-5 കുറച്ച് ദിവസങ്ങൾ ഇരുന്ന് അതുപോലെ ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ദിവസമൊക്കെ ഒരു കണക്കിന് ബലം പിടിച്ചൊക്കെ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ നിന്നത്, വലിയ പ്രയാസമായി. അന്ന് മുതലേ ചിന്തിച്ചു. പിന്നെ 1 മാസത്തിൽ 3-4 പ്രാവശ്യം ഇങ്ങനെ ഉപവസിച്ചൊക്കെ പോയി. അങ്ങനെ അവസാനം ഞാൻ ഇപ്പൊ കഴിഞ്ഞ നാളുകളായിട്ട് 40 ദിവസവും 21 ദിവസമൊക്കെ ഉപവസിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉപവാസം എനിക്ക് തന്നെ ഒന്നും ശരിയാകത്തില്ല. ഞാനൊന്ന് ഉണർന്നു വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മുടെ കർത്താവ് എന്താണ് ഉപവാസത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇവിടെ വായിച്ച വേദഭാഗത്ത് മത്തായിയുടെ സുവിശേഷത്തിലോ മർക്കോസിന്റെ സുവിശേഷത്തിലോ ലൂക്കോസിന്റെ സുവിശേഷത്തിലോ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട് യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് എന്തിന്റെ ആവശ്യമില്ല. അപ്പൊ എപ്പോഴാ ഉപവസിക്കേണ്ടത്? അതെപ്പോഴാ? ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തോണം? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പൊ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആര് ഉപവസിക്കണം? വേറെ ആളാണ് ഉപവസിക്കേണ്ടത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പൊ ഈ ഉപമയ്ക്കകത്തെ ഉദ്ദേശം എന്താണ്? ആദ്യത്തെ ഉപമയാണ് എന്റെ സാന്നിധ്യം
നീ അനുഭവിച്ചറിയണം നീ ഉപവസിക്കുമ്പോൾ. അഥവാ നീ എന്റെ സാന്നിധ്യം നീ അനുഭവിച്ചറിയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് മീൻസ് നീ എന്ത് ചെയ്യണം? എന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഉപവാസത്തിന്റെ ഇമ്പോർട്ടന്റ് ഒന്നാമത്തേത് നമ്മൾ എന്ത് മനസ്സിലാക്കി? ദൈവ സാന്നിധ്യം അനുഭവിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ ഉപവാസത്തിന്റെ രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 19 മുതൽ 18ഉം 19ഉം ആദ്യം വായിച്ചാട്ടെ. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഉപവസിക്കുക. അതിന്റെ അർത്ഥം കൂടെ വസിക്കുക. ദാറ്റ്സ് റൈറ്റ്. അപ്പൊ കൂടെ വസിക്കുന്നതിനാണ് ഉപവാസ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ദാസനെ അത് പ്രസംഗമാണോ അതോ പ്രാർത്ഥനയാണോ? ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അതല്ല നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഈ ചിന്താഗതികൾക്കൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. ഞാൻ പറഞ്ഞിട്ടൊന്നും ഞാൻ പറയാറില്ല. ഓക്കെ. മത്തായിയുടെ സുവിശേഷം ഇത് രണ്ടാമത്തെ പോയിന്റ് പറയാൻ പോകുന്നത്. ഉപവാസത്തിന്റെ രണ്ടാമത്തെ പോയിന്റ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ട് ആരെങ്കിലും ഒരാൾ. മാത്യു ചാപ്റ്റർ. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത്? ചോദ്യം വളരെ കറക്റ്റ് ആണ്. അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഇതിനു മുമ്പ് ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കിയിട്ട് ഉണ്ട്. പുറത്താക്കാൻ പറ്റാത്ത ഒരാൾ ചോദിക്കുമോ? ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, അതൊരു വ്യക്തി ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അതിനെ എന്തുകൊണ്ട് പുറത്താക്കി കൂടാഞ്ഞു? അപ്പൊ യേശുവിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങളുടെ അല്പവിശ്വാസം. അപ്പൊ ഇവരുടെ പ്രോബ്ലം എന്താണ്? അല്പവിശ്വാസം, വിശ്വാസമില്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ അൺബിലീഫ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനിയും അടുത്ത കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കണം. ഇനി കർത്താവ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. വായിച്ചോട്ടെ അടുത്തത് 20-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അപ്പൊ അവരുടെ മുമ്പിലുണ്ടായിരുന്ന മല എന്തുമായിരുന്നു? അല്പവിശ്വാസമല്ലായിരുന്നു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന മല എന്തായിരുന്നു? ഭൂതമായിരുന്നു. അവരുടെ അത് എന്തുകൊണ്ട് അവർക്ക് പറ്റിയില്ലായിരുന്നു? അവരുടെ അല്പവിശ്വാസം കാരണം പറ്റിയില്ല. അവരുടെ മല മാറുന്നതിന് വേണ്ടി എന്തോ വേണമായിരുന്നു? കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭൂതം പോകുമായിരുന്നു. ഇനി അടുത്ത ഭാഗം നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. വാ, നമ്മൾ ആർക്ക് അസാധ്യമാകത്തില്ല എപ്പോഴും കർത്താവിനോട് പറയുന്നത്? നിനക്ക് അസാധ്യമാകില്ല, നിനക്കൊന്നും അസാധ്യമല്ല. അപ്പൊ നമ്മൾ പറയുന്നതിന് ഉദ്ദേശം എന്തോ? കർത്താവ് നമ്മളെ ആ അസാധ്യങ്ങളെ മുഴുവൻ സാധ്യമാക്കുവാൻ ഏൽപ്പിച്ചപ്പോ നമ്മൾ പറയാണ്, കർത്താവെ നിനക്കൊന്നും. അപ്പൊ ഞാൻ ഇതിനകത്ത് കൈയിടത്തില്ല, നീ കാണുന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചോണം. ഞാൻ പ്രവർത്തിക്കത്തില്ല, നീ പ്രവർത്തിച്ചോണം. ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യത്തില്ല. അതാണ് അതിന്റെ കാര്യം. ഇനി അടുത്ത ഭാഗം, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. പിന്നെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി. ഏത് ജാതി? ഏതാണ് ജാതി? ഭൂതമാണോ? ആണോ? നമ്മളെല്ലാം പഠിച്ചു വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഭൂതം അല്ലെ? പഠിപ്പിച്ചു വെച്ചേക്കുന്നത് പണ്ട് മുതലേ പഠിച്ചു വെച്ചേക്കുന്നത്. ഏത് ജാതി പോകത്തില്ല? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പോകത്തില്ല. ഏത് ജാതിയാ? എന്താണ് അവരുടെ പ്രശ്നം? അവരുടെ പ്രോബ്ലം എന്തായിരുന്നു? അപ്പൊ ആ ജാതി പോകണമെന്നുണ്ടെങ്കിൽ നീ എന്തോ ചെയ്യണം? അപ്പം ഏത് ജാതി വിട്ടു പോകുന്നതിന് വേണ്ടി ഉപവസിക്കേണ്ടത്? നമ്മുടെ അല്പ വിശ്വാസം പോയിട്ട് പൂർണ്ണ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്യണം? ഉപവസിക്കണം. മനസ്സിലായില്ല പലർക്കും? ഒന്നുകൂടെ പറയാം. ചോദ്യം, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത്?
നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അപ്പോൾ യേശു പറയാണ്, നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭൂതത്തോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകുമായിരുന്നു. നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഏത് ജാതി? അപ്പൊ സാത്താനാണെന്ന് ചിന്തിച്ചോട്ടെ. സാത്താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച്, ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്റർ ഞങ്ങളുടെ നാട്ടിൽ വന്നു, പുത്തങ്കാവ് വന്നു. ആരൊക്കെ പറഞ്ഞു ഇദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഭൂതം പോകും, ഉപവാസത്തിൽ ഇരിക്കുകയാണ്, 21 ദിവസം ഉപവാസത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ഭൂതത്തെ കൊണ്ട് ഒരാൾ വന്നു, ഈ ഭൂതത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ ഭൂതം ഇരിക്കാൻ തയ്യാറാ, ഭൂതത്തെ കൊണ്ടുവന്ന ആൾ ഇരിക്കാൻ തയ്യാറാ. അപ്പൊ ഇവർ 2 പേരും 3 പേരും കൂടി ഇരുന്നു. പിന്നെ സഭക്കാരവിടെ കുറച്ച് പേരൊക്കെ ഇരുന്നു. ഭയങ്കര പാട്ട്, പ്രാർത്ഥന, ആരാധന, ഭജനം, ധ്യാനം ഇതെല്ലാം തുടങ്ങി. അവസാനം 21 ദിവസം ആകാറായപ്പോഴത്തേക്ക് എങ്ങനെയോ ഭൂതം എന്ത് ചെയ്തു? അങ്ങ് പോയി. ഇത് കേട്ട പാടി ചങ്ങനാശ്ശേരി ആരോ കേട്ടു, ഇവിടെ അതിനെക്കാട്ടി വലിയ ഭൂതത്തെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു, ചെമ്പുത്തങ്കാവ് വന്നു. തോമസ് പാസ്റ്റർ ഇരിക്കുന്നേന്ന് കേട്ടു. അത് കേട്ടു ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എത്രയാ 21 ആകാനായിട്ട് ഇനി 1 ദിവസം കൂടെ ബാക്കിയുള്ളൂ. പറഞ്ഞു പാസ്റ്ററിന്റെ കാലം വീണ് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ 40 ദിവസം ഇരിക്കാൻ തയ്യാറാ, ഭൂതം ഇരിക്കാൻ തയ്യാറാ, പാസ്റ്റർ 40 ദിവസം ഇരിക്കണം, ഞങ്ങൾ ഈ ഭൂതത്തെ ഒഴിവാക്കി തന്നേ പറ്റുവാണെന്ന് പറഞ്ഞു. ഇനി പാസ്റ്റർ എത്ര ദിവസം കൊണ്ടിരിക്കണം? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പിന്നെ വേറെ ഭൂതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് എന്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പം ഭൂതമല്ല വിഷയം, പിന്നെന്താ വിഷയം? നിന്റെ വിശ്വാസമാണ് വിഷയം. ഈ ജാതി ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഉപവസിക്കണം. അപ്പൊ അല്പവിശ്വാസം പോകുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ വിഷയം എന്ത് ചെയ്യേണ്ടത്? ഉപവസിക്കേണ്ടത്. ഒന്നാമത്തെ വിഷയം എന്തിനു വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്? ഒന്നാമത് പറഞ്ഞതിന് വേണ്ടിയായിരുന്നു അല്ല, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ. രണ്ടാമത് ഉപവസിക്കേണ്ടത് എന്തിനാണ്? വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ. അപ്പൊ വിശ്വാസത്തിൽ ഉറക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ദൈവ സാന്നിധ്യം രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഇനി മൂന്നാമത് ഉപവസിക്കുന്നതിന് വിഷയം കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. മുമ്പേ കർത്താവ് ദാസനോട് ഞാൻ ചോദിക്കാനിടയായി, ദിവസമായിട്ട് ചോദിക്കാനിടയായി, ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വാക്കം? കൂടെ വസിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞു കൂടെ വസിക്കുക. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 13ഉം 14ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 15. പിന്നെ അവൻ മലയിൽ കയറി വായിച്ചു ഒരാളാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. അപ്പൊ കൂടെ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ യേശുവിനോടുകൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപവാസത്തെ കുറിച്ച് അറിയാവുന്ന വ്യക്തി, ഇവിടെ ഉപവസിച്ച വ്യക്തി 40, 80 ദിവസം ഉപവസിച്ചു എന്നാണ് ഞാൻ മരണത്തിനകത്ത് മനസ്സിലാക്കുന്നത്. എനിക്ക് സൂക്ഷിച്ച് അറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ 80 ദിവസം ഉപവസിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോശയല്ലേ? മോശ ആദ്യത്തെ 40 ദിവസം കർത്താവിന്റെ അടുക്ക പോയി, അത് കഴിഞ്ഞ് പിന്നെ 40 ദിവസം കൂടെ പോയതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ 80 ദിവസം ഉപവസിച്ചായിരിക്കണം. അന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ 40 നിന്നോട്ടെ, ഈ 40 ദിവസവും ആരാ സംസാരിച്ചത്? മോശയാണോ സംസാരിച്ചത്? യഹോവയായ ദൈവമാണോ സംസാരിച്ചത്? അപ്പൊ നമ്മള് ഉപവസിക്കുന്നത് ആരോട് സംസാരിക്കാനാ? അതോ ദൈവം നമ്മളോട് സംസാരിക്കാണോ ഉപവസിക്കുന്നത്? എന്തോ ഉറക്കെ പറ. നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉപവാസ പ്രാർത്ഥന എന്തോ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ഉപവസിക്കുന്നത് നമ്മൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് കർത്താവ് പറയുന്നത് കേൾക്കാനാണ് ഉപവസിക്കേണ്ടത്. ആകെ എല്ലാം കൂടെ നിങ്ങൾ കേട്ടോണ്ടിരുന്ന പണ്ടൊക്കെ അറിഞ്ഞേക്കുന്നതെല്ലാം ആകെ കൊൽമാരാക്കിയോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. കൊൽമാരാക്കിയ ദേവദാസനെ. അപ്പൊ കർത്താവിനോട് വസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇവിടെ യേശു കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന്
അയക്കുവാനും. അപ്പൊ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു തരണം? പ്രസംഗ വിഷയം നമ്മൾ അങ്ങോട്ട് കർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കർത്താവ് പറയുന്നത് നിന്ന് പറയും ഞാൻ അങ്ങോട്ടെന്ന് പറയണം, വേണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉപവാസം. കർത്താവ് നീ ഉള്ളതില്ല, ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ പ്രസംഗിക്കാൻ പോവാ, കർത്താവ് ഞാൻ പ്രസംഗിക്കാൻ പോവാ, ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. അപ്പൊ കർത്താവിനെ പഠിപ്പിക്കും, പിന്നെ ആൾക്കാരെ പഠിപ്പിക്കും, അല്ലേ? അതാണ് ഉപവാസം. ആരിൽ നിന്ന് കേൾക്കണം, പഠിക്കണം ഉപവാസത്തിൽ. അപ്പൊ കർത്താവിനോട് കൂടെ വസിക്കുമ്പോ കർത്താവിൽ നിന്ന് കേൾക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപവസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്തത് പ്രസംഗിക്കേണ്ട കേൾക്കാനും. പിന്നെ എന്തിനാണ്? ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്. അപ്പൊ അധികാരം തരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറയണമെങ്കിൽ അധികാരം കിട്ടുമോ? കിട്ടുമോ പ്രതിഭാസനെ? പിന്നെ ആര് പറയുന്നത് കേട്ടെങ്കിലേ അധികാരം കിട്ടത്തുള്ളൂ. അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നതിൽ എന്തായിരുന്നു? കൂടുതൽ സമയം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലേ പ്രതിഭാസനെ? അപ്പൊ 2-3 തരത്തിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ പഴയ പഴയ തുണിയിലോട്ട് ഈ പുതിയ ഖണ്ഡം എന്ത് ചെയ്തരുത്? പുതിയ തുണി വെച്ചിട്ട് തുന്നരുത്. തുന്നിയാലെന്തോ പറ്റും? ഇപ്പൊ വളരെ കീറിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞപ്പോ പുതിയ തുണി ഖണ്ഡം പഴയ വസ്ത്രത്തിനോട് കയറ്റി തുന്നിയാൽ എന്ത് ചെയ്യും? ചീന്തല് വലുതാകും. അതുകൊണ്ടാണ് പലർക്കും എന്തോ ചെയ്യത്തില്ലേ ഇത് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവ് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. കർത്താവ് ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ അത്രയും കാര്യം മനസ്സിലായി. ഒരു ഉപമയെ നിങ്ങളോട് പറഞ്ഞോളൂ. രണ്ടാമത്തെ ഉപമ ഈ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രണ്ടാമത്തെ ഉപമ അതിന്റെ താഴത്തെ വാക്യത്തിനകത്തുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആ രണ്ടാമത്തെ ഉപമയും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. ഇതിന്റെ മീനിങ് എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഒരു ഉപമയാണെന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചു. 17-ാമത്തെ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ എന്തോ പറ്റും? പലപ്പോഴും എന്റെ അടുക്ക പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഈ തുരുത്തുകൾ പൊട്ടിത്തെറിക്കുന്ന കാണണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. പലരും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇവർക്ക് ആ പഴയ തുരുത്തിക്ക് അതോടെ ഈ പുതിയ വീട് അങ്ങോട്ട് ചെന്ന് വീഴുമ്പോ തന്നെ പൊട്ടിത്തെറി കിടക്കും. എന്താ കെട്ടിത്തെറിക്കുന്നത് എന്താ അറിയോ? സത്യം കേൾക്കുന്നത് പലർക്കും എന്ത് വരുന്നില്ല. സത്യം കേൾക്കുന്ന പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിന്റെ മർമ്മം ഉൾക്കൊള്ളുവാൻ പലർക്കും സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവരിലേക്ക് പഴയ തുരുത്തിയാണ്. തുരുത്തിക്ക് എന്ത് ചെയ്യണം? വ്യത്യാസം ഉണ്ടാകണം. പഴയ അന്ന് യേശു പറഞ്ഞത് അല്ലെ യേശു പഠിപ്പിച്ചത് ആ തുരുത്തികൾക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയായിരുന്നു. എല്ലാവരും എന്താ ചെയ്തായിരുന്നു? എല്ലാം പൊട്ടിത്തെറിച്ചു. എന്താ പൊട്ടിത്തെറിച്ചല്ലോ തുരുത്തിയെല്ലാം. അപ്പൊ പഴയ തുരുത്തിയായിരുന്നു. പുതിയ അങ്ങോട്ടാ ഉൾക്കൊള്ളാൻ അവരെല്ലാം പറഞ്ഞു ഇത് കഠിന. ഇത് ആര് കേൾക്കും? ആദ്യം യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇവരെന്താ പറഞ്ഞത്? എന്തോ ബ്യൂട്ടിഫുൾ, എന്തോ ഒരു ലാവണ്യ വാക്കുകളാണ്. അത് കേട്ട് നിങ്ങളുടെ ഇപ്പൊ കേട്ട വചനം, നിങ്ങളുടെ ചെവിയിൽ കേട്ട വചനം എന്ത് ചെയ്തു? അത് നിവർത്തിയായെന്ന് പറഞ്ഞപ്പോ എന്താ പറ്റി? ഇപ്പൊ അവനെന്തോ ചെയ്യണം? തുരുത്തിയല്ലെന്ന് പറ്റി? തുരുത്തി പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിക്കാൻ മാത്രമാണോ? ഇവരെ കൊല്ലണം. ഇപ്പൊ തന്നെ കൊല്ലണം. എങ്ങനെ കൊല്ലണം? തല കീഴായി കൊല്ലണം. തുരുത്തി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എന്താണ് ഇന്ന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും തമ്മിലുള്ള വ്യത്യാസം? കാരണം യേശു ഈ എബ്രായ ലേഖനം പഠിക്കുന്നവരാണ് പറയുന്നത് പുതിയതിനെ പഴയതിനെ നീക്കാനല്ല കർത്താവ് വന്നത്, അത് നിവർത്തിക്കാനാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അത് നല്ലതായിരുന്നുവെങ്കിൽ പുതിയതിനു വേണ്ടി കർത്താവ് നോക്കത്തില്ലായിരുന്നു. നോക്കിക്കേ, മോശ രക്തം കൊണ്ട് ഒരു നിയമം ചെയ്തു. മോശ രക്തം കൊണ്ട്, ഏത് രക്തം കൊണ്ടാണ്? സ്വന്തം രക്തം കൊണ്ടോ ആടിന്റെ രക്തം കൊണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മോശ ഒരു നിയമം ചെയ്യുമ്പോൾ യേശു നിയമം ചെയ്തത് അവന്റെ സ്വന്തം രക്തം കൊണ്ട് ഒരു നിയമം ചെയ്തു. അവന്റെ നിയമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് യേശുവാണ് പുതിയ നിയമത്തിൽ.
അപ്പൊ യേശു പുതിയ നിയമത്തിൽ അവൻ ഭവനത്തിന്റെ വൃത്യനായിട്ടല്ല, അവൻ ഭവനത്തിന്റെ ഉടയവനാണ്. Praise the Lord. അപ്പോ പുതിയതിനെ കൈക്കൊള്ളുവാൻ, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയെ കൈക്കൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൻ പ്രകാരമാണ് നാം പോകേണ്ടത്. Praise the Lord. അപ്പോ പഴയ തുരുത്തികൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? വ്യത്യാസം വരുത്തണം. ഇവിടെ പറയുന്നത് പഴയ തുരുത്തിയെ വ്യത്യാസപ്പെടുത്തല്ല. പഴയ തുരുത്തിയായ തന്നെ ഇരിക്കട്ടെ, അത് പഴയപോലെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്ര പകർന്ന് വെക്കേണ്ടത്. ഞാൻ പണ്ട് പഴയ തുരുത്തിയായിരുന്നു, യാക്കോബായിരുന്നു പഴയ തുരുത്തിയായിരുന്നു. ബന്ധുക്കോസുകാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, കണ്ണിനും കണ്ണാടിയും അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. ഹോത്രം ഒറ്റ ഒരു മനുഷ്യനെ പോലെ അടുപ്പിക്കത്തില്ലായിരുന്നു. എന്നാല് ഇന്ന് എന്റെ തുരുത്തിക്കാർ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അതിനെ കൈക്കൊള്ളാൻ എനിക്ക് പറ്റത്തില്ല. അന്ന് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വായിച്ചു. അപ്പൊ ആ തുരുത്തിയിലുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്? ബൈബിള് വായിച്ചത്. പഴയ നിയമത്തില് തൊപ്പിയുണ്ട്, നടുക്കെട്ടുണ്ട്, പിന്നെ അവർക്ക് കാപ്പായുണ്ട്, ഇതെല്ലാം ഉണ്ട്, വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, കാഴ്ചയപ്പമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഞങ്ങളുടെ ചർച്ചിലും അതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം. അപ്പം ഞാൻ ഏത് രീതിയിലാണ് കാണേണ്ടത്? യാക്കോബായിലെ രീതി തന്നെയായിരുന്നു ഞാൻ എന്ത് ചെയ്ത് കണ്ടത്? വിശുദ്ധ വചനം കണ്ടത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണം പഠിച്ചു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. പഴയ നിയമമായിരുന്നു ഒന്നുകൂടെ നല്ലത്. പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ ഹാർഡാണ്, അല്ലേ? പഴയ നിയമത്തിൽ പറയുന്നത് നീ വ്യഭിചാരം ചെയ്യരുതെന്ന്. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് സ്ത്രീയെ നോക്കുക പോലും അയ്യോ അതേ കിടക്കുന്നു. പഴയ നിയമത്തിൽ പറയുന്നത് നീ കുല ചെയ്യരുതെന്ന്. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് നീ അവരെ നിസാര എന്ന്. അപ്പൊ ഏതാണ് ഹാർഷ്? പഴയ നിയമം പുതിയ നിയമം? എന്നാൽ തിരുവചനം പഠിച്ചപ്പോ പുതിയ നിയമമാണ്. ഇറ്റ് ഈസ് ദ ബെറ്റർ കവനന്റ്. ഇന്ന് ഹാലേലൂയ ദൈവമക്കളെ അതിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നല്ലതായിരുന്നു. സ്തോത്രം. കർത്താവ് പറയാണ് പഴയതിനെ പഴയതായിട്ടും പുതിയതിനെ പുതിയതായിട്ടും കാണുവാൻ എന്ത് ചെയ്യണം? നമുക്ക് കണ്ണുവേണം. ഈ രണ്ട് ഉപമകളിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതായിട്ടും പുതിയതിനെ പുതിയതായും കാണുവാൻ നമ്മുടെ കണ്ണ് പ്രകാശിക്കണം. അതിനായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ.